അപ്പൊ ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ വൈറൽ ആവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഓരോ കോണ്ടന്റ് ഐഡിയ കൊണ്ട് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനത്തെ ഐറ്റംസ് അല്ലല്ലോ. നെക്സ്റ്റ് 2-3 ആൽബംസ് ചെയ്യുന്നുണ്ട്. അതില് ക്യാരക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ആൽബം ഷോർട്ട് ഫിലിം ഉണ്ടെങ്കിൽ ശ്രീലക്ഷ്മി അഭിനയിക്കും. പിന്നെ പേഴ്സണലി ഒരു സോങ് റെക്കോർഡിംഗ് ഉണ്ട്. നമ്മുടെ നിലവിലൊരു ആൽബം റിലീസ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫീമെയിൽ വെർഷൻ കൊണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ ശ്രീലക്ഷ്മി? അപ്പൊ അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. മ്യൂസിക് ഡയറക്ഷന് ഇല്ല ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ വരാൻ പോണത്, റെക്കോർഡിംഗ് സോങ് വരാൻ പോണത്. കാരണം റിമ്യൂട്ടോമിക്ക് ശേഷം അടുത്ത ആരാധന ചോദ്യത്തിന് ഉത്തരം ഒരു പഞ്ച് ഡയലോഗ് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പൊ നിങ്ങള് സിനിമയിലും ആൽബത്തിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചോദിക്കും, ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആക്ടർ ആക്ട്രസ്? എനിക്ക് ഉർവശി മാമനെയാണ് ഇഷ്ടം, കാവ്യ മാധവനെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ചോദിച്ചാൽ എല്ലാരെയും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഫേവറേറ്റ് മമ്മൂക്കയാണ്. പിന്നെ ദിലീപേട്ടനെ ഇഷ്ടമാണ്. ഉദ്ദേശം നടന്നില്ലെന്ന് തോന്നുന്നു, അത് ശരിയായില്ലെന്ന് തോന്നുന്നു. ആക്ടർ ദിലീപേട്ടൻ, ആക്ട്രസ് കാവ്യ മാധവൻ. അത്രല്ല, നമുക്ക് ബേസിക്കലി ഇവർ രണ്ടുപേരും കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കാവ്യമാധവന്റെ ദിലീപിന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ ഫൈനലായിട്ട് നമുക്ക് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്ന മുന്നേ ശ്രീലക്ഷ്മിനെ പറ്റിയിട്ട് ഒരു 2 പാട്ട് പാടുന്ന ഞാൻ പറയും, ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് അത് വരില്ല. എന്താ നിനക്ക് നിനക്ക് ചെയ്യാൻ സാധനം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചത്? ഞാൻ ദിലീപേട്ട സൗണ്ട് സംസാരിക്കാം. ആ ഒരു പഞ്ചല്ല, അത് ഇമോഷണൽ ആണ്. ഉച്ചത്തിലാ ചെയ്യാ. അത് മറ്റേ വികൃതനായിട്ടുള്ളൊരു ശബ്ദമാണ് ദിലീപേട്ടന്റെ സൗണ്ട് പോലെ ശബ്ദം, മനസ്സിലായോ? ആ സാധനം എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടൂടെ കുട്ടി എന്നല്ലേ? അങ്ങനെ സാധിക്കില്ല കുട്ടി. പാട്ടോടെ നിർത്താം. ഇപ്പൊ ദിലീപേട്ട സൗണ്ട് ചെയ്തുകൊണ്ട് അതിന്റെ തന്നെ ചെയ്യാം. അതിന്റെ 2 വേർഷൻ ചെയ്യാം. നിർത്താം. എന്റെ പെണ്ണ് കൂടി പോയി ചെറിയ കൂടിയുണ്ട്, ചെറിയ പാട്ട് അല്ല, ചെറിയ പാട്ട് 4 വരി, അടുത്ത 4 വരി, അടുത്ത ഇത് ഈ മോഡുലേഷൻ തന്നെ. അതിലൊരു സോങ് ഉണ്ട്, അതിൽ 4 പാട്ട് മൊത്തത്തിലല്ല. എന്നെ പൂവിന്റെ രാത്രികളിച്ചപ്പോൾ എത്ര മുങ്ങിക്കോട്ടെ അടകളവിൽ മുങ്ങിക്കോട്ടെ നിന്നെ കൊണ്ട് നീന്തിക്കാറുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് അഭിനയിക്കണം എന്ന് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളോടെ ആണ് നിങ്ങൾ ഇങ്ങനെ ഓരോ വീഡിയോസും ഓരോന്ന്
എന്താ പറയാ ഓരോന്നിലേക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ സാധിക്കട്ടെ. സിനിസ്പിക്ക് ഒരു മിമിക്രി കാണിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. കാവ്യമാധവന്റെ ഒക്കെ ശബ്ദം ഞാൻ എങ്ങനെ അനുകരിക്കാണ്? കാവ്യമാധവൻ ഓടി വന്നെ ഓടിച്ചിട്ട് തല്ലും. ഒരു പ്രശ്നമില്ലാതിരിക്കുന്ന കുഴിയിലേക്ക് തള്ളിവിടാതിരിക്കുന്നത് നല്ലത്. അറിയില്ലടാ, അറിയില്ല, എനിക്കറിയില്ല. പാട്ട് ഏതെങ്കിലും പാട്ട്, നേരത്തെ പാടിയ പാട്ടല്ല, വേറെ പാട്ട്. കോപ്പറേറ്റീവ് രണ്ടൊരു പാട്ട് അതവിടെ പാടിയല്ലോ, പാടി. മാമ്പുള്ളി കാവിൽ മരതക കാവിൽ കണി കൊന്ന കണി വച്ച തമ്പുരാട്ടി മഞ്ഞളിൻ നിറം കൊണ്ടും മൈ കണ്ണിൻ മുന കൊണ്ടും മദരനെ മയക്കുന്ന വമ്പുകാരി ഇവളിനി മംഗലത്തു വിളക്കു വെക്കണം. സിംഗറും കൂടിയാണല്ലേ. അതാണ് ഓൾറെഡി സെലക്ട് ആക്കിയത്. ഞങ്ങളും കൂടെ പറയാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഭാവിയിലെ റിമീട്ട് സ്വാഗതം. താങ്ക് യു. അപ്പൊ താങ്ക് യു. ഞാൻ താങ്ക് യു.